ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ധീരജ് വധക്കേസ് പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും വരെ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും എസ്എഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീയും പറഞ്ഞു. ധീരജ് വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുമെന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടാണെന്ന ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രതികരണത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. സെമി കേഡർ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കാനുള്ള കെ സുധാകരന്റെ ശ്രമമാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ യൂത്ത് കോൺഗ്രസുകാർ നടപ്പിലാക്കിയത്. നിഖിൽ പൈലി പരിശീലനം നേടിയ കൊലപാതകയാണ്. ധീരജിന്റെ രക്തം ഉണങ്ങുന്നതിന് മുമ്പ് ധീരജിന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്ന ചെറുതോണി ടൗണിൽ കെ സുധാകരനെത്തി കൊലയാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ധീരജ് മരണം ഇരന്നു വാങ്ങിയതാണ് എന്നാണ് അന്ന് സുധാകരൻ പ്രസംഗിച്ചത്. കോൺഗ്രസുകാരനായിരുന്ന പിതാവിന്റെ മകനാണ് ധീരജ്. ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു. ആ അമ്മ ഈ കേരളീയ സമൂഹത്തിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാണ് എൻ്റെ മകനെ കൊന്നത്? ആ അമ്മയുടെ വിലാപത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. പക്ഷേ എല്ലാവിധമായ നേതൃത്വവും നൽകിക്കൊണ്ട് ഈ കൊലപാതകളെ സംരക്ഷിക്കുന്നു, കത്തി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, പ്രതിപ്പട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. ആ പ്രതികളായിട്ടുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുന്നു. അരയിൽ കത്തിയുമായി ക്യാമ്പസിലേക്ക് എത്തിയ കൊലപാതകികളെയാണ് സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്ത് നെറികേട് ചെയ്താലും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള നേതൃത്വവും അതിന് പിന്തുണ കൊടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുമാണ് കൊലപാതകികളുടെ ധൈര്യമെന്ന് എസ്എഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു. കൊല ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു കൂട്ടമാണ് അന്ന് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ളത്. അവരെയാണ് എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിപ്പറയാനും കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകരുത്. ഇവിടുത്തെ വലതുമാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് കൊടുത്ത പിന്തുണ കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ കലാപ അന്തരീക്ഷമുണ്ടാക്കി മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി തിരിച്ചുവരവിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനെ ജാഗ്രതയോടുകൂടി നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.